ദേ ഈ കാണുന്ന കേട്ടോ ഞാൻ പഠിച്ച സ്കൂള് GHS കാപ്സിറ്റ് ആയിരുന്നേ. അന്ന് ഇന്നിപ്പോൾ ഉണ്ടല്ലോ GHS കാപ്സിറ്റ് എന്നൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 2ാം ക്ലാസ് തൊട്ടേ 10ാം ക്ലാസ് വരെ ഇവിടെയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് പേരെ ഓർത്തു കേട്ടോ. ടീച്ചേഴ്സിനെയും കുട്ടികളെയും ഒരുപാട് മൊമെന്റ്സും എല്ലാം എനിക്ക് ഓർമ്മ വന്നേ. ഇന്ന് നമ്മുടെ ഈ സ്കൂളിൽ വാർഷികമായിരുന്നു കേട്ടോ. ഒരുപാട് നാളായല്ലോ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അതുകൊണ്ട് ഞാൻ എന്താക്കി വീട്ടിലിരുന്നപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അതുമാത്രമല്ല അനിയനാണെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ അമ്മമ്മയും ആൻറ്റിയും മാമനും അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ കുറേ നേരം ഞാൻ അതിലൂടെ കറങ്ങിയായിരുന്നു കേട്ടോ. ഒരുപാട് ആസ്വദിക്കാനുണ്ടായിരുന്നു എനിക്ക്. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് ഒരുപാട് നാൾക്ക് ശേഷം വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മിന്നിമായൂലേ. അതുപോലത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ എനിക്കിന്ന്. എന്നെ പഠിപ്പിച്ച ടീച്ചറാട്ടോ അവിടെ ഈ ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ ചുമ്മാ കറങ്ങി നടന്നപ്പോൾ ഉണ്ടല്ലോ എന്നെ പഠിപ്പിച്ച ടീച്ചർമാരും കൂട്ടുകാരുടെ ഒക്കെ മുഖം ഓർമ്മ വന്നു കേട്ടോ. കുറേ മൊമെൻ്റൊക്കെ എനിക്ക് ഓർമ്മ വന്നേ. എൻ്റെ ഫസ്റ്റ് ലവൊക്കെ ഞാൻ ഓർത്തു കേട്ടോ ആ ടൈമിൽ. പിന്നെ നേരെ പോയത് സ്റ്റേജിലേക്കായിരുന്നേ. സ്റ്റേജിലാണെങ്കിൽ പിള്ളേരുടെ കുറേ പരിപാടി നടക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്നേ. ആ കാണുന്ന കേട്ടോ എൻ്റെ അനിയൻ സൂം ചെയ്ത് കാണിച്ചത് കേട്ടോ. ഇവനാണ് ഇന്ന് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞത്. ഈ ഡാൻസ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയാമോ? ഞാനും പണ്ട് സ്കൂളിൽ വാഷിംഗ്ടൺ സമയത്ത് ഡാൻസ് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ സംഭവം എനിക്ക് ഓർമ്മ വന്നേ. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ പിള്ളേരുണ്ടെങ്കിലും വേറെ ലെവൽ ഡാൻസ്, ഉത്സവപ്പുറത്ത് കളിക്കുന്ന ഡാൻസാണ് അവരിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പരിപാടിയെല്ലാം അടിപൊളി തന്നെയായിരുന്നേ. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ നല്ല പുറത്തേക്ക് ഇറങ്ങിപ്പോയാട്ടോ. എൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടെ കണ്ടത്. പിന്നെ അവരോടെല്ലാം വർത്തമാനം പറഞ്ഞിട്ടേ അവരോടും ബൈ പറഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വീഡിയോ ആയിട്ടേ കാണാം. ബൈ.